സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേം. സാർ, ഹോർമൂസിൽ വെച്ച്, കൃത്യമായി പറഞ്ഞാൽ ഒമാൻ തീരത്ത് വെച്ച് ഒരു കപ്പലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നു. അതിലുണ്ടായിരുന്ന ജീവനക്കാരിലേറെയും ഇന്ത്യക്കാരായിരുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. അവർ നിർഭാഗ്യവശാൽ അവരും ഇന്ത്യക്കാരാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇങ്ങനെ അമേരിക്കയോട് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ആ ഒരു വലിയ അപ്രമാദിത്വമൊക്കെ അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു. എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഇപ്പോൾ പ്രേം പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ നമ്മൾ സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് അമേരിക്കൻ എംബസിയിലെ ചാർജ് ഡി അഫയേഴ്സ് ആയിട്ടുള്ള വ്യക്തിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. അത് ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഇവിടെ ഹോർമൂസിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എന്നുള്ള മട്ടിൽ അമേരിക്ക ഇറാനൊപ്പം തന്നെ അവിടെ യഥാർത്ഥത്തിൽ ഉപരോധം ഏർപ്പെടുത്തി സ്ഥിതി കൂടുതൽ വഷളാക്കുക. ഈ ഒരു വിഷയത്തില് അമേരിക്കയുടെ നിലപാടിനോടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ അറിയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇടപെടുന്നതിന് മുമ്പ് ഹോർമൂസിൽ ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് ശേഷമാണ് ഹോർമൂസിൽ ഇത്ര പ്രതിസന്ധികൾ ഉണ്ടായത്. അപ്പോ അമേരിക്ക ഇവിടെ ഇറാനിലെത്തി ആക്രമണം നടത്തിയത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ്, സ്ഥിതിഗതികൾ വഷളാക്കാനാണ്. അമേരിക്ക പറയുന്നത് കണ്ണുമടച്ച് അങ്ങ് വിശ്വസിക്കാനോ അമേരിക്കയുടെ വാക്കുകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങാനോ ഒന്നും ഇന്ത്യ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇന്ത്യ കൊടുത്തത്. അത് മാത്രവുമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയെ നേരിടാനായിട്ട് അമേരിക്കയ്ക്കാണ് ക്വാഡ് എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും ആവശ്യം. ആ ക്വാഡ് ഇന്ത്യ ഇല്ലെങ്കിൽ അതോടുകൂടി ക്വാഡിന് പിന്നെ ശക്തിയില്ല. ഈ പ്രദേശത്ത് ഇപ്പം ഈ കഴിഞ്ഞ മാസം ഇന്ത്യ 5 യുദ്ധക്കപ്പലുകളാണ് നമ്മുടെ നാവികസേനയുടെ ഭാഗമാക്കിയത്. ഇപ്പൊ ശരാശരി ഒരു 20-25 ദിവസത്തിൽ നമ്മൾ ഒരു അത്യാധുനിക യുദ്ധക്കപ്പൽ നമ്മൾ പണിഞ്ഞ് അത് നീറ്റിൽ ഇറക്കുന്നുണ്ട്. അത് ലോകം തന്നെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സംഭവം. അതായത് ഇന്ത്യയുടെ നാവികസേന ഒരു 3 വർഷത്തിനുള്ളിൽ 200 യുദ്ധക്കപ്പലുകൾ ഉള്ള ഒരു നാവികസേനയായിട്ട് മാറുകയാണ്. അത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് വാർഫെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ഗൈഡഡ് മിസൈൽ കാരിയർ ഡിസ്ട്രോയറുകൾ, സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകൾ, സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഒക്കെ ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ വരെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒട്ടും അമേരിക്കയുടെ പറയലല്ല. ഇത് വ്യക്തമായിട്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കായിരിക്കും ഇന്ത്യ മുൻഗണന കൊടുക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെ ഉമ്മാക്കികൾ ഇന്ത്യ വകവെക്കില്ല എന്നുള്ള കൃത്യമായ സൂചനയാണ്. അമേരിക്ക ഇതിൽ യാതൊരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങളിലേക്കാണ് ഉള്ള ഗതാഗതമാണ് തടസ്സപ്പെടുത്തുന്നതെങ്കിൽ അത് ഒമാൻ തീരത്ത് വന്നിട്ടല്ല തടയേണ്ടത്. ഇറാന്റെ തുറമുഖങ്ങൾക്ക് അടുത്തു പോകാനുള്ള ധൈര്യം അമേരിക്ക കാണിക്കണം. അതിനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്കയ്ക്ക് ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആധുനികമായിട്ടുള്ള ഈ MH-60 ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു. കുറച്ച് ദിവസത്തിന് മുമ്പ് MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടു. അതിനു മുമ്പ് F-35 വിമാനം വെടിയേറ്റു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതായത് അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് എയർ സുപ്പീരിയോറിറ്റിയാണ്, വ്യോമ മേഖലയിലെ മേൽക്കൈ. അതും ഇല്ലാന്നാണ് ഇപ്പം കാര്യങ്ങൾ വ്യക്തമാകുന്നത്. വ്യോമ മുൻകൈ ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരൊറ്റ സൈനികനെ ഇറാന്റെ മണ്ണിലേക്ക് ഇറക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളത് ഈ
100 ദിവസത്തിലധികമായ യുദ്ധത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഇടയ്ക്ക് ഇറാന്റെ ആളില്ലാത്ത ഒരു മരുഭൂമിയിൽ കുറച്ച് അമേരിക്കൻ സൈനികർ വിമാനവും ഹെലികോപ്റ്ററിലും ഒക്കെ വന്നിറങ്ങി ഇറാൻ സൈന്യം വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ആ വിമാനങ്ങൾ അവർ തന്നെ സ്ഫോടനം നടത്തി നശിപ്പിച്ചു കളഞ്ഞു. ആ വിമാനം എടുക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയില്ല. അതിനുവരെ മറ്റൊരു വിമാനം വന്ന് ഈ സൈനികരെ മുഴുവൻ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. തെക്കൻ പ്രവിശ്യയിൽ നിന്നും ഇറാന്റെ സമ്പുഷ്ട യുറേനിയം സൂക്ഷിച്ചിരുന്നത് തട്ടിയെടുക്കാൻ വന്നതാണെന്നാണ് അമേരിക്ക തന്നെ പിന്നീട് വ്യക്തമാക്കിയത്. അപ്പോ അമേരിക്കയ്ക്ക് വ്യോമ മേൽക്കൈ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം നിരായുധമായ ഒരു എണ്ണക്കപ്പലിന് നേർക്ക് നടത്തിയ ഈ ആക്രമണം അത് തികഞ്ഞ ഭീരുത്വം. കാരണം എണ്ണക്കപ്പലിന് തിരിച്ചാക്രമിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കൻ സൈന്യത്തിന്, നാവികസേനയ്ക്ക് അറിയാം. ആക്രമിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഇറാനിൽ ചെന്നിട്ട് ഇറാന്റെ സൈനിക ആസ്ഥാനങ്ങളൊക്കെ ആക്രമിക്കട്ടെ. ഇറാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന എന്താണ്? ബഹ്റിനിലും, അതായത് അമേരിക്കയുടെ 5ാം നാവികപ്പടയുടെ ആസ്ഥാനമാണ് ബഹ്റിൻ. അവിടെ ബഹ്റിനും അതുപോലെ തന്നെ ഖത്തറിലും സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ്. അമേരിക്ക തിരിച്ചെന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ പറ്റി. അത്തരം ഒരു രാജ്യം വെറുതെ ഇപ്പം കട്ടവനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ള ഒരു സമീപനം പഴയ കാലത്ത് ഇവിടെ പോലീസിനുണ്ടായിരുന്നാ പറയുന്നത്. അപ്പൊ അതുപോലാണിത്. വെറുതെ നടന്നു പോകുന്നതിന്റെ കാരണത്തിട്ട് ഒരു അടി കൊടുക്കുക. നമ്മളെ ആരെങ്കിലും വന്ന് തല്ലിയേച്ച് പോയാല് അവനെ തിരിച്ചു തള്ളാനുള്ള ധൈര്യമില്ല. പക്ഷെ അവന്റെ പുറകെ റോഡിൽ കൂടെ ഒരു പാവപ്പെട്ടവൻ നടന്നു പോയാൽ അവന് 2 തെറി കൊടുക്കുകയും അല്ലെ അവന്റെ കാരണത്തൊരടി കൊടുക്കുകയും ചെയ്യുന്ന അത്തരം ഭീരുത്വമാണ് അമേരിക്ക ഇവിടെ കാണിച്ചത്. അതിശക്തമായി ചോദിച്ചു. സാർ, ഇത് ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്. അവിടെ അന്താരാഷ്ട്ര നിയമമാണ് ബാധകമാകുക. അവിടെ ഇപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചാൽ പോലും അത് പാലിക്കേണ്ട ബാധ്യതയൊന്നും മറ്റു രാജ്യങ്ങൾക്കില്ല. ഒരു സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കിയത്. അപ്പോൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാവികർ അടങ്ങിയ കപ്പലിനെ ആക്രമിക്കുക വഴി നമ്മൾ കേവലം ഒരു പ്രതിഷേധം അറിയിക്കലിൽ മാത്രം ഒതുക്കാതെ ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ, ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ തരത്തിലൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അല്ല, നീതിന്യായ കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ പ്രേം പറഞ്ഞ ആദ്യത്തെ ഭാഗം ശരിയാണ്. അതായത് അമേരിക്ക ഏകപക്ഷീയമായിട്ട് ഇതുവഴി മറ്റു കപ്പലുകൾ യാത്ര ചെയ്യരുത് എന്നൊരു പ്രഖ്യാപനം അങ്ങ് നടത്തിയാൽ അത് അനുസരിക്കേണ്ട ബാധ്യത ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇവിടെ ഇത്തരം ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ ഇത്തരം ഒരു ഉപരോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച നടത്തുകയും അത് പിന്നീട് അവിടെ അവരുടെ വോട്ടിങ്ങിലൂടെ കുറഞ്ഞപക്ഷം സെക്യൂരിറ്റി കൗൺസിലെങ്കിലും ഇതിനകത്തിൽ ഇടപെട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം ആയിരുന്നെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇത് ധാർമ്മികമായ അനുസരിക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അമേരിക്ക തീർത്തും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു പോളിസിയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ഇപ്പൊ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്താൽ ഇന്ത്യക്ക് എന്താണ്, അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു കഴിവുകേടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ലേ എന്നൊക്കെയുള്ള സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ഇവിടെ ഇതിനകത്തൊരു പ്രതിസന്ധി ഉള്ളത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് അമേരിക്ക. ഈ ഇന്ത്യ അമേരിക്ക വ്യാപാരത്തിൽ ശരിക്കും പറഞ്ഞ ഒരു വർഷം 35 ബില്യൺ 40 ബില്യണോട് അടുപ്പിച്ച് ഡോളറിന്റെ മിച്ചം ഇന്ത്യക്കാണ്, അമേരിക്കയ്ക്കല്ല മിച്ചം. അത് പല ആൾക്കാരും ചിലപ്പം നമ്മൾ വിചാരിക്കും അമേരിക്കയെ പോലൊരു വികസിത രാജ്യവും ഇന്ത്യയും തമ്മിൽ വ്യാപാരം നടത്തുമ്പോൾ അമേരിക്കയ്ക്കല്ലേ മിച്ചം ലഭിക്കുന്നത്. അങ്ങനെയല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക കൂടുതൽ വാങ്ങിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് മൊബൈൽ സ്മാർട്ട് ഫോണുകൾ, ആ സ്മാർട്ട് ഫോണുകൾ അമേരിക്കൻ വിപണിയിലേക്കാണ് ഇപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഫാർമാസ്യൂട്ടിക്കൽ, ജനറിക് മരുന്നുകൾ. അപ്പോ അമേരിക്കയുമായിട്ട് ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതിഷേധം അറിയിക്കുകയും അത് നമ്മൾ പലതരത്തിൽ സമ്മർദ്ദമായിട്ട് അവരുടെ മേൽ പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ 2 രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയും വേണം, ഇന്ത്യക്ക് അമേരിക്കയും വേണം. പക്ഷെ എന്ന് വെച്ചിട്ട് അമേരിക്കയുടെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ആ ഒരു പരിഗണന വെച്ചിട്ടാണ് ഇത്രയധികം, അതുപോലെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അയക്കുന്നത് ഇപ്പൊ അമേരിക്കയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഇതും ഒരുപക്ഷെ കേൾക്കുമ്പോൾ
ആൾക്കാർക്ക് സംശയം തോന്നും. പല ആൾക്കാരും ചിന്തിക്കുക ഗൾഫിൽ നിന്നല്ലേ? അല്ല, പണ്ട് ഗൾഫിൽ നിന്നായിരുന്നു. 2020 ശേഷം അമേരിക്കയായി അവസാനം. അതായത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഇന്ത്യക്കുണ്ട്. ഇതാണ് നമ്മൾക്ക് പിന്നെ നമ്മൾ പലപ്പോഴും അമേരിക്കയെ 100% പിണക്കാതിരിക്കുന്നതിന്റെ കാരണം. നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ് റഷ്യ. പക്ഷെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഒരു വർഷം വെറും 15 ബില്യൺ US$ മാത്രമാണ്. അമേരിക്കയുമായിട്ടുള്ള അതല്ല, 130 ബില്യണിലധികമാണ്. 140 വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക വൻതോതിൽ വാങ്ങും. ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ വരുന്ന രാജ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം സാമ്പത്തികമായിട്ട് നമുക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നേട്ടമുണ്ട്. അതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ മറ്റൊരു വിഷയം, ഇവിടെ അമേരിക്കയ്ക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുക, നിങ്ങൾക്ക് ഇന്ത്യ ആവശ്യമുണ്ട്. ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടു നിൽക്കുന്ന ഒരു രാജ്യമല്ല. ഇത്തരം വിദേശ ബന്ധമായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, പക്ഷെ അത്തരം വിദേശ ബന്ധം ഇന്ത്യയുമായിട്ട് നടക്കില്ല. ഇത് ബോധ്യപ്പെടുത്തുകയും കാലക്രമേണ, അതായത് ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യക്ക് പ്രതികൂലമാകാവുന്ന ഏതൊരു നടപടികളെയും തുറന്നു എതിർക്കുകയും പക്ഷെ അതേസമയം തന്നെ വ്യാപാര ബന്ധവും മറ്റു സഹകരണവും നിലനിർത്തുകയും, ടെക്നോളജിയുടെ കാര്യത്തിലാവട്ടെ. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അമേരിക്കയിലെ 2 മേജർ കമ്പനികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഓപ്പൺ എഐയും അതുപോലെ തന്നെ ആമസോണും, ഈ 2 രാജ്യങ്ങളും കൂടി 2 കമ്പനികളുടെ തെലങ്കാനയിൽ ആന്ധ്രയിൽ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് $100 ബില്യൺ. $100 ബില്യൺ അവർക്കും അത് പ്രയോജനമാണ്. അല്ലാതെ ഇന്ത്യയെ കൊണ്ട് പൈസ നിക്ഷേപിക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. പക്ഷേ ഇത് 2 രാജ്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു ബന്ധം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നെഗോസിയേഷൻസിലൂടെ, ഇടയ്ക്കിടയ്ക്ക് മസിൽ കാണിക്കുന്നതിലൂടെ, ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിയിലൂടെ, ചിലപ്പോഴൊക്കെ അവരുടെ ഭീഷണികൾക്ക് വകവയ്ക്കാതെ അവരെ നമ്മുടെ ശക്തി തെളിയിച്ചു കൊടുത്ത് പതുക്കെ അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു തന്ത്രമാണ് ഇരുകൂട്ടരുടെയും പുരോഗതിക്ക് നല്ലത്. ഇവിടെ പിന്നെ നിശ്ചയമായിട്ടും അമേരിക്കയ്ക്ക് പിന്നെ ഈ ഇറാൻ ഇപ്പോൾ നടത്തുന്ന പോലെ ഒരു ഉപരോധം ഹോർമുസിൽ നടത്താനുള്ള ധാർമ്മികമായ ഒരു സാഹചര്യവും ഒരു ന്യായവും അമേരിക്കയ്ക്കില്ല. കാരണം അമേരിക്കയുടെ തീരക്കടൽ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണം യഥാർത്ഥത്തിൽ ഹോർമുസിൽ പോലുമല്ല, അത് ഒമാന്റെ തീരത്ത് വെച്ചാണ്. ആകെ അതിനുള്ളൊരു ന്യായം ഈ കപ്പലിലുള്ള എണ്ണ ഇറാനിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നുള്ളതാണ്. അതിൽ പരമാവധി അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കപ്പൽ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഈ നാവികരെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ കപ്പലുകളെക്കാൾ വളരെ ദൂരത്തിലായിരിക്കണം ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ അതിനു മുമ്പ് പ്രവേശിക്കും. അമേരിക്ക എത്ര തന്നെ വിചാരിച്ചാലും, വേഗത്തിൽ അമേരിക്കൻ നാവികപ്പട നീങ്ങിയാലും അവർ ഈ കപ്പലിന്റെ സമീപത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് അന്താരാഷ്ട്ര നാവികച്ചാലിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ചാൽ പിന്നീട് ആക്രമണം നടത്തുന്നത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് ഇസ്രായേൽ അയച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ഇതിലൂടെ കൃത്യമായ ഒരു സൂചന ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. ഈ വരുന്ന ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും അമേരിക്ക രണ്ടാമത് ആലോചിക്കും. കാരണം ക്വാഡിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ ചൈന ഇന്ത്യക്ക് വലിയ ഇളവുകൾ വ്യാപാരത്തിൽ തരും. ക്വാഡ് വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിക്കുന്ന ആ ദിവസം ഇന്ത്യ ചൈന ബന്ധം വലിയ രീതിയിൽ മെച്ചപ്പെടും. ഇന്ത്യക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ചൈന തയ്യാറാണ്. കാരണം അത് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ക്വാഡിൽ നിന്ന് കിട്ടുന്ന ഗുണത്തിനേക്കാൾ ക്വാഡ് കൊണ്ടുള്ള ഗുണം അമേരിക്കയ്ക്കും ജപ്പാനും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സഖ്യത്തിന് പോറലേൽക്കും എന്ന സൂചനയാണ് ഇന്നലെ കൊടുത്തത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അമേരിക്ക ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെ പല കാര്യങ്ങളിലും നെഗോസിയേഷന് തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രേം പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര വേദികൾ ഇത് ഉന്നയിക്കാനോ ഐക്യരാഷ്ട്രസഭ പോലുള്ള സ്ഥലത്ത് അമേരിക്കയ്ക്കെതിരെ പല വിഷയങ്ങളിലും വോട്ട് ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ്.
അത് ഇസ്രായേലിനെ പോലൊരു രാജ്യം അത് സമ്മതിക്കില്ല. അപ്പോഴത്തേക്ക് അവരിടപെട്ട് അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമയം അവസാനിക്കാറായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വിശദവിവരങ്ങളുമായിട്ട് നമുക്ക് പൊതുവിടത്തിൽ കൂടുതൽ വാർത്തകൾ പ്രത്യക്ഷപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.